ഇപ്പോൾ ഈ ഡോക്ടറെ ആക്രമിച്ച സനൂപിന്റെ ഭാര്യ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. പക്ഷെ അതിന് ശേഷം നമ്മൾ കോളേജിൽ പോയി നമ്മൾ അന്വേഷിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അയക്കലും ഡെത്ത് സർട്ടിഫിക്കറ്റിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കേസ് കൊടുക്കണം എന്നുള്ള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവരാവകാശം അങ്ങനത്തെ നിയമപരമായി മുന്നേറാൻ എന്തൊക്കെ മേഖലകൾ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. അതിലൊക്കെ ഇടയ്ക്കാണ് ഇങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ വന്നതോടുകൂടിയാണ് അദ്ദേഹം വല്ലാതായി പോയത്. അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് ഇറങ്ങിയപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിലുള്ള ആളാണ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ? ഒരു വട്ടം ഞാൻ ഡെത്തിൻ്റെ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്ത്. എനിക്ക് ഡെത്ത് എപ്പോഴാണ് ക്ലിയർ ചെയ്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയി ഒരു 6 മണിയോടാണ് അവരെന്നോട് ഡെത്തായെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് മുന്നേ ഞാൻ ഡോക്ടർ 4:30-5 മണിക്കുള്ളിൽ നമ്മൾ അവിടെ എത്തിയൊരു 5 മണി 5:30 ഉള്ളിൽ തന്നെ കുട്ടി ഡെത്തായത് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മളോട് പറഞ്ഞ 6 വേണ്ട അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഫോറൻസിക്കിലെ ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ നോക്കിയ ഡോക്ടറോട് സംസാരിച്ചിരുന്നു? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഇത് അറിഞ്ഞതിന് ശേഷം ഇതും കൂടി അറിഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചോദിക്കാൻ നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് എനിക്കറിഞ്ഞൂടാ. എൻ്റെ അറിവിലൊന്നും അവർ സംസാരിച്ചിട്ടില്ല. ഇല്ല, അതെ, വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു കുട്ടീൻ്റെ മരണകാര്യത്തിലും. പിന്നെ ഭയങ്കര ഇതായിരുന്നു അദ്ദേഹത്തിന് മനസ്സ്, എന്താ പറയുക, മാനസികമായിട്ടൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നോർമലി ബാഗ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഞാൻ പുറത്തു പോകുമ്പോഴും ബാഗ് എടുത്തുകൊണ്ടാണ് പോക്ക്. അത് എന്തെങ്കിലും പേപ്പറോ ചിലപ്പോൾ പേഴ്സോ എന്തെങ്കിലും കയ്യിൽ ഞാൻ വെക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച എന്തോ പേഴ്സോ എന്തെങ്കിലും പേപ്പർ ആയിരിക്കാം, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. വേറെ ബാഗ് പിള്ളേർ കൊണ്ടുപോകണം ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ശ്രദ്ധിച്ചതുമില്ല. സാധാരണ നമ്മൾ കൊണ്ടുപോകണ ബാഗല്ല, അതുകൊണ്ട് അത്രയും ഇതിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാണിക്കാനാണെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. പിള്ളേരോട് വെച്ചാൽ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തിട്ടാണ് പോയതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. അദ്ദേഹം കൊണ്ടുപോയിരുന്നു. പിള്ളേർ പിന്നെ വന്നപ്പോൾ പിള്ളേരെ കൂട്ടിയിട്ടാണ് പോയത്. പിള്ളേർക്ക് ഭക്ഷണം മേടിച്ച് കൊടുത്ത് തിരിച്ചു വിട്ടു എന്നാണ് പിള്ളേർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, അവർ വണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛ അവിടെയാണ്, ഞങ്ങൾ ഭക്ഷണം മേടിച്ച് കഴിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നതാന്ന് പറഞ്ഞു. ഡോക്ടറെ ആക്രമിച്ച സനൂപിന്റെ ഭാര്യ സംസാരിക്കുകയായിരുന്നു. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അത് ബാധിച്ചല്ല കുട്ടിയുടെ മരണമെന്നുള്ള തരത്തിൽ ഡോക്ടർമാർ സംസാരിച്ചു. അതറിഞ്ഞതു മുതൽ ഈ ആക്രമണം നടത്തിയ സനൂപ് അസ്വസ്ഥനായിരുന്നു എന്നാണ് ഇപ്പോൾ ഭാര്യ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.